തിരുവനന്തപുരം നഗരത്തിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. രാത്രിയിൽ പോലീസ് പരിശോധന ശക്തമാക്കും. സവാരി പോകുന്ന ഓൺലൈൻ ടാക്സികളെ തടഞ്ഞു നിർത്തി പരിശോധിക്കും. പരിശോധനാ സമയത്ത് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൈവശമുണ്ടായിരിക്കണമെന്നതും കമ്മീഷണർ അറിയിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ചിന് ഇൻപുട്ട് വരുന്നുണ്ട്. അതായത് ചില ഈ ആൻറ്റി സോഷ്യൽസ് അല്ലെങ്കിൽ റൗഡി ഈസ്റ്റർ ഷീറ്റിലുള്ള ആൾക്കാർ പലരും ഈ ഊബറിലേക്ക് ഈ നൈറ്റ് എസ്പെഷ്യലി നൈറ്റ് ഉള്ള ഡ്രൈവിന് വേണ്ടിയിട്ട് ഊബറിലേക്ക് ഇവർ തയ്യാറാവുന്നതായിട്ട് നമ്മുടെ 1-2 ഇൻഫർമേഷൻ വരുന്നുണ്ട്. ഊബർ ഡ്രൈവേഴ്സിന് നമ്മൾ നൈറ്റ് ഉള്ള നമ്മുടെ പെട്രോളിംഗ് പാർട്ടീസ് ഇനി വരുന്ന ദിവസങ്ങളിൽ തൊട്ട് ഈ ഇവരുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇവർ കൊണ്ടുവന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിലൊരു പ്രധാന നടപടി. ഇപ്പോൾ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അവർ സ്റ്റേഷനിൽ നിന്ന് കളക്ട് ചെയ്ത് അവർ ഓടിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പോലീസ് അത് മാത്രം ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇവർക്ക് വേറെ ഈ ഇത്തരം ജോലികൾ ചെയ്യുന്നതിന് ഒബ്ജക്ഷൻ പറയാൻ പറ്റുന്ന രീതിയിലുള്ള കേസുകളും മറ്റു കാര്യങ്ങളും ഇല്ലയെന്ന് ഉറപ്പ് വരുത്താണ്. ചില ഡ്രൈവേഴ്സിന് ഇത് അവരുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ അതിനൊരു പീരീഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ ഇല്ലാത്തവർക്ക് ഇതിൻ്റെ നോർമൽ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ഒരു നോർമൽ ഡിലേ ഉണ്ട്. ഒരു 3-4 ദിവസത്തിനുള്ളിൽ അവർക്ക് സ്റ്റേഷൻ അപ്ലൈ ചെയ്താൽ കിട്ടും. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുള്ള ഒരു സമയം നമ്മളിപ്പം ഇനിഷ്യൽ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ആഫ്റ്റർ 10 ദിവസത്തിന് ശേഷം പിന്നെ കമ്പൽസറി ആയിട്ട് ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവർ നൈറ്റ് ഡ്രൈവിന് പ്രത്യേകിച്ച് നൈറ്റിൽ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങൾ ഈ ഒരു ഇഷ്യൂ റേസ് ചെയ്തുകൊണ്ട് നിങ്ങളോട് എനിക്ക് യാത്രക്കാരോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഇപ്പോൾ പോലീസിന് തന്നെ പോൾ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനുണ്ട്. അതിൽ SOS ഫെസിലിറ്റീസ് ഉൾപ്പെടെ ഉള്ളതാണ്. അതിൽ എപ്പോൾ വേണമെങ്കിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 112 നമ്പറിലോട്ട് ഡയറക്റ്റ്ലി കോൾ പോവുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും അവരുടെ ലൊക്കേഷൻ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. വിവരങ്ങളുമായി ആർ അനന്തകൃഷ്ണൻ ചേരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ അനന്തൻ, ഈ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരൊക്കെ രാത്രി സമയത്ത് ഓൺലൈൻ ടാക്സി സർവീസുമായി ഇറങ്ങുന്നു എന്ന വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ശരിവെക്കുന്നത് തന്നെയല്ലേ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇപ്പോഴത്തെ നടപടി? ഏത് വിധത്തിലൊക്കെ ആയിരിക്കും ഇതിൽ നിയന്ത്രണം വരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക? ശ്രീജ, തിരുവനന്തപുരം നഗരത്തിൽ ഊബർ അടക്കം ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരായിട്ട് സ്ഥിരം കുറ്റവാളികൾ, നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ളവർ വരുന്നു എന്നുള്ളത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടായിരുന്നു. ഇത് സംബന്ധിച്ച് മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അരുൾ ബി കൃഷ്ണയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ അരുൾ ബി കൃഷ്ണ ഇക്കാര്യം മാതൃഭൂമി വാർത്ത സ്ഥിരീകരിക്കുകയാണ്. അത്തരത്തിൽ ഡാൻസ് ഓഫിന്റെ പരിശോധനയിൽ ഈ ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ളവർ ഊബർ ഡ്രൈവർമാരായി രാത്രികാലങ്ങളിൽ എത്തുന്നു എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി പോലീസ് നടപടികൾ ആരംഭിച്ചു എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കർശനമായ നടപടിയാണ്. കാരണം ഇങ്ങനെ കുറ്റവാളികൾ ഊബർ ഡ്രൈവർമാരായിട്ടും ഓൺലൈൻ ടാക്സികളുടെ ഡ്രൈവർമാരായിട്ടും രാത്രികളിൽ വരുന്നത്, പ്രത്യേകിച്ച് നമ്മളിന്ന് വാർത്ത നൽകിയതാണ്, സ്ത്രീകളടക്കം ഒരുപാട് പേർ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ഈ വാഹന സൗകര്യം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എപ്പോഴെങ്കിലും ഒരു കുറ്റകൃത്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പാടെ ഒഴിവാക്കാനുള്ള നടപടിയിലേക്കാണ് സിറ്റി പോലീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഊബർ അടക്കമുള്ള ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അതായത് ഈ ഡ്രൈവർമാരുടെ പേരിൽ പോലീസ് കേസുകൾ നിലവിലില്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് അവർ കരസ്ഥമാക്കണമെന്നാണ് കമ്മീഷൻ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ സർവീസ് പോകുമ്പോൾ, സവാരി പോകുമ്പോൾ പോലീസ് ചെക്കിംഗ് ഉണ്ടാകും. ആ ചെക്കിങ്ങിന്റെ സമയത്ത് മറ്റൊന്നും കാണിക്കേണ്ടതില്ല. ഊബറും അടക്കമുള്ള ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ അവരുടെ പക്കൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന ആ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്താൽ മാത്രം മതി. മറ്റ് ലൈസൻസ് ഒന്നും പരിശോധിക്കില്ല, ആൾക്കാരുടെ സമയവും അപഹരിക്കത്തില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇത് ഉണ്ട് എന്ന് വ്യക്തമാക്കണം, അത് മാത്രമേ ഉള്ളൂ. തന്റെ പേരിൽ കേസില്ല എന്ന് വ്യക്തമാക്കുന്ന ആ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ നിലവിൽ ഒരു 10 ദിവസത്തെ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ഈ സർട്ടിഫിക്കറ്റ് സമ്പാദിക്കാൻ വേണ്ടി. അപ്പോൾ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ പോയി ഞങ്ങളുടെ പേരിൽ കേസില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് എഴുതി വാങ്ങിക്കുക. 10 ദിവസം കഴിയുമ്പോൾ ഇത് കർശനമാക്കും. അതിനുശേഷം 10 ദിവസത്തിന് ശേഷം ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരാൾക്കും ഊബർ അടക്കമുള്ള ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരായി തിരുവനന്തപുരം നഗരത്തിൽ ഓടാൻ കഴിയില്ല എന്നാണ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. അതിനൊപ്പം തന്നെ നിങ്ങൾ ഏതെങ്കിലും ടാക്സി ഇതുപോലെ വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അസ്വാഭാവികമായ പെരുമാറ്റം മറ്റോ ഉണ്ടായാൽ ഉടൻ തന്നെ ഈ പോൾ ആപ്പിനകത്ത് SOS സംവിധാനമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കൺട്രോൾ റൂമിലേക്ക് വിവരങ്ങൾ എത്തും. അപ്പോൾ സ്ത്രീകളുടെ അടക്കം യാത്രക്കാരുടെ എല്ലാ സുരക്ഷിതത്വം ഉറപ്പാക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിന് ശേഷമാണ് കൂടുതൽ ഈ ക്രിമിനലുകൾ ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരായി മാറുന്നു എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചത്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാതൃഭൂമി ന്യൂസ് ഇന്ന് രാവിലെ വാർത്ത നൽകിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കമ്മീഷണർ ശക്തമായ നടപടിയെടുത്തതായി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരത്തിൽ ഇനി ആർക്കും സുരക്ഷിതമായി ഓൺലൈൻ ടാക്സിയിൽ യാത്ര ചെയ്യാം. കാരണം പോലീസ് വളരെ ശക്തമായ ഒരു ഇടപെടൽ തന്നെയാണത്.
കാരണം ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള പലരും രാത്രി സമയങ്ങളിൽ ഓൺലൈൻ ടാക്സികളൊക്കെ വിളിച്ച് അതിൻ്റെ സർവീസ് എടുക്കുന്നവരാണ്. പക്ഷെ നമ്മൾ വിളിക്കുന്ന ആ വാഹനം ഓടിക്കുന്നത് ആരാണ്, അത് ഏതെങ്കിലും ഒരു സ്ഥിരം കുറ്റവാളിയാണോ എന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നപ്പോഴാണ് ഈ ഗൗരവമേറിയ വിഷയം ശ്രദ്ധയിലേക്ക് വരുന്നത്.